السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. آل النبي ذريعتي وهم إليه وسيلتي أرجو بهم أعطى غدا بيد اليمين صحيفتي. ബഹുവന്യരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളെ, നമ്മൾ ഈ സംഗമിച്ചതുപോലെ നാളെ സുരലോക സ്വർഗത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ മുത്തബറക്കായ ഒരു സദസ്സിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ പടക്കാൻ കാരണക്കാരായ സയ്യിദുൽ വജൂദ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കാകുന്ന നബുവത്തിൻ്റെ രക്തം സിരയിലൂടെ ഓടുന്ന അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്തിൻ്റെ അനുസ്മരണ സംഗമത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കാണാനോ അനുഭവിക്കാനോ സാധിക്കാത്തവരാണ് നമ്മൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരെ കാണാനോ അവരോടുകൂടെ സംഗമിക്കാനോ കഴിയാത്തവരാണ് നമ്മൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഒരു നിമിഷം വിശ്വാസിയായി സംഗമിക്കുന്നതോടുകൂടി അവന് നൽകപ്പെടുന്ന സ്ഥാനം എത്രയാണ്? സ്വഹാബി എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു ഉയർത്തിക്കളയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതബറക്കാകുന്ന സവിധത്തിൽ ഈമാനോടുകൂടി ഒരു ലഹളത്ത്, ഒരു സെക്കൻഡ് ഒരാൾ സമ്മേളിച്ചാൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം എന്ന നിബന്ധനയില്ല. ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കാഴ്ചയില്ലാത്ത സ്വഹാബിയായിരുന്നു. കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഏറ്റവും വലിയ നൂറ്, ആ പ്രകാശഗോപുരത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷം സംഗമിച്ചാൽ അയാൾ സ്വഹാബിയായി. അത്രയേറെ മഹത്വം സ്വഹാബത്തിന് അല്ലാഹു നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും തങ്ങളെ പഠിക്കുകയും തങ്ങളെ അനുഭവിക്കുകയും ചെയ്ത സ്വഹാബത്താകാൻ നമുക്ക് സാധിച്ചില്ല. ആ സ്വഹാബത്തിനെ കണ്ട താബിഈങ്ങളിൽ പെടാൻ നമുക്ക് സാധിച്ചില്ല. അങ്ങനെ 1400 വർഷങ്ങൾക്കപ്പുറത്ത് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കാകുന്ന നബുവത്തിന്റെ രക്തം സിരയിലൂടെ ഓടുന്ന അഹ്ലു ബൈത്തിനെ ഏതൊരു കാലത്തും നമുക്ക് തബറുക്കെടുക്കാനും നമുക്ക് പ്രയാസങ്ങൾ പറയാനും നമുക്ക് സങ്കടങ്ങൾ ബോധിപ്പിക്കാനും സന്തോഷങ്ങൾ അറിയിക്കാനുമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തേക്ക് സമർപ്പിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹിൻ അലൈഹിസ്സലാം, എൻ്റെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ പോലെയാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ആ കപ്പലിൽ ആര് കയറിയോ ആ കയറിയവരെല്ലാം വിജയിച്ചു പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു കാലം നമ്മൾ എടുത്ത് പരിശോധിച്ചാലും അഹ്ലു ബൈത്തിനെ സ്മരിക്കാത്ത കാലങ്ങളുണ്ടായിരിക്കില്ല. നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത്
റബീഉൽ ആഖിറിലാണ് അഹ്ലു ബൈത്തിലെ നേതാവായ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഔലിയാക്കളുടെ മുഴുവൻ നേതാവായ ഖുത്ബുൽ അഖ്താബ് ഷെയ്ഖ് ജീലാനി തങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞു കടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അടുത്ത മാസം റജബ് നമ്മളിലേക്ക് പറക്കുമ്പോഴേക്ക് മഹാനായ അജ്മീർ ഖാജ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അനുസ്മരിക്കുന്ന സമയം കടന്നു വരികയാണ്. ഇങ്ങനെ അഹ്ലു ബൈത്തിനെ ഓർക്കാത്തയും അഹ്ലു ബൈത്തിനെ സിയാറത്ത് ചെയ്യാത്തയുമായ ഒരു ദിവസങ്ങളും ഒരു നാട്ടിലും ഒരു ലോകത്തും കഴിഞ്ഞു കിടക്കുകയില്ല. കാരണം ലോകവ്യാപകമായി ജനങ്ങളാകുന്ന നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിക്കാൻ ഹബീബായ തങ്ങൾ ബാക്കിയാക്കി പോയതാണ്. അവിടുത്തെ രക്തത്തിൽ പിറന്ന അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. ആരാണ് അഹ്ലു ബൈത്ത്? അഹ്ലു ബൈത്തുണ്ട്, ആലുൻ നബിയുണ്ട്. ഇങ്ങനെ അനവധി നിരവധി തലങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4 പിതാമഹന്മാർ ഹാഷിം, മുത്തലിബ്, അബ്ദു ഷംസ്, നൗഫൽ എന്ന് തുടങ്ങി മുത്തുനബിയുടെ 4 പിതാമഹന്മാരിലൂടെ കടന്നു വന്ന അവിടുത്തെ കുടുംബ പരമ്പര. അതിൽ അബ്ദു ഷംസും നൗഫലും മുത്തുനബിയെ അംഗീകരിക്കാതെ മാറി നിന്നവരായതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ആലുൻ നബി എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനമാണ്. ഹാഷിം, മുത്തലിബ് എന്ന് പറയുന്ന 2 പരമ്പരയിലൂടെ കടന്നു വരുന്ന മുഴുവൻ മക്കളും പേരമക്കളും ലോകത്തറിയപ്പെടുന്നത് ആലുൻ നബി എന്നാണ്. ആരാണ് അഹ്ലു ബൈത്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ ഭാര്യയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമാണ് എന്ന് തങ്ങൾ പറഞ്ഞ മഹദിയായ ഫാത്തിമത്തു സഹ്റാ ബീവി റളിയല്ലാഹു അൻഹയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഈ 2 മക്കൾ, ഇവർക്കെല്ലാം നൽകപ്പെടുന്ന സ്ഥാനം എത്രയാണ്? സ്വർഗീയ ഹൂറികളുടെ നേതാവാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ് അലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ അലി റളിയല്ലാഹു അൻഹു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ആരാണ്? അവിടത്തെ കുറിച്ച് ഖതീബുൽ ബഗ്ദാദി തങ്ങൾ താരീഖ് ബഗ്ദാദിലൂടെ പരിചയപ്പെടുത്തുന്നത് കാണാം. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. ആലോചിച്ചു നോക്കിയേ, നാളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ തൃക്കരങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന മുബാറക്കാകുന്ന സ്വർഗീയ ആരാമത്തിന്റെ അതാ യുവാക്കളുടെ നേതാവാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. ഹൂറികളുടെ നേതാവാണ് മഹദിയായ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ. ഇവരെ ഇങ്ങ് ചേർത്ത് പിടിച്ചവരെ ശരീരത്തിലൂടെ ഒരു പുതപ്പിട്ടുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഹാ അഹ്ലു ബൈത്തി, ഇതെന്റെ അഹ്ലു ബൈത്താണ്. ഈ അഹ്ലു ബൈത്തിനെ നിങ്ങൾ ആദരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ആദരിക്കാൻ ഇസ്ലാം കൽപ്പിച്ച ചിഹ്നങ്ങളെ മുഴുവൻ ആദരിക്കുമ്പോഴാണ്, ബഹുമാനിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച ചിഹ്നങ്ങളെ മുഴുവൻ ബഹുമാനിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥമായ വിശ്വാസിയാകുന്നത്. ലോകത്ത് നമ്മൾ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഏത് ഔലിയാഇന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാലും ആ ഔലിയാഇന്റെ ജീവിതത്തിന്റെ പിറകിൽ ഒരു ആദരവിന്റെ സൂചന നമുക്ക് കാണാൻ സാധിക്കും. ഏത് മഹാന്മാരും ലോകത്തറിയപ്പെട്ടത് എങ്ങനെയാണ്? ആദരിക്കേണ്ടതിനെ ആദരിച്ചതിലൂടെ, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചതിലൂടെയാണ്. അതല്ലേ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ലോകത്ത് ഇത്രയേറെ ഉന്നതമായ സ്ഥാനത്തേക്ക് മഹാനവറുകളെ അള്ളാഹു ഉയർത്തിയ സമയം അവിടുത്തെ ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്, ഉസ്താദേ, എങ്ങനെയാണ് ഇത്ര വലിയ ആദരവിന്റെ ഒരു സ്ഥാനത്തേക്ക്, ഖുത്ബുൽ ഔലിയ എന്ന് പറയുന്ന മഹത്വമേറിയ ഒരു പദവിയിലേക്ക് നിങ്ങളെ ഉയർത്തപ്പെട്ടത് എന്ന്. ആ സമയത്ത് ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ലികുല്ലി വലില്ലഹു ഖദമും വ ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി.
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ആദരിക്കാനുണ്ടായ കാരണം എന്താണ്? ഞാൻ എൻ്റെ നേതാവായ എൻ്റെ ഉപ്പാപ്പയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിച്ച ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും അവിടുത്തെ തിരുക്കഥമിലൂടെയുള്ള ജീവിതത്തിൻ്റെയും കാരണമാണ് ഇത്രയേറെ ഉന്നതമേറിയ സ്ഥാനത്തേക്ക് അല്ലാഹു എന്നെ ഉയർത്തിയത് എന്ന് ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പാടാറില്ലേ അവിടുത്തെ മാലയിൽ, എല്ലാ വാലികളും ഓരോ നബി വാശി, ഞാൻ എൻ്റെ സീബാവ കാൽവാശി എന്നോവർ. അതാണ് ഈ പറഞ്ഞത്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച കഥമിലൂടെയുള്ള ഒരു ജീവിതം ഞാൻ എൻ്റെ സ്വജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് ഇത്രയേറെ ഉന്നതമായ സ്ഥാനത്തേക്ക് എന്നെ അല്ലാഹു ഉയർത്തിയത് എന്ന്. മുഅ്മിനീങ്ങളെ, ഞാനിത് പറയുന്നത് എന്തിനാണ്? ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അനുചര വൃന്ദമായ സ്വഹാബത്തിനെയും അവിടുത്തെ അഹ്ലു ബൈത്തിനെയും അങ്ങനെ ആദരിക്കാൻ അല്ലാഹു നമ്മുടെ മുമ്പിൽ കൽപ്പിച്ച പലതുമുണ്ട്. ആ ആദരവ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന കാലത്താണ് ഒരു മനുഷ്യൻ യഥാർത്ഥമായ വിശ്വാസിയാകുന്നത്. അതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ആദരിക്കുക, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭക്തിയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദരിക്കേണ്ടതിനെല്ലാം ആദരിക്കണം. അല്ലാഹുവിന്റെ പള്ളി ആദരിക്കപ്പെടേണ്ട ഭവനമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം നമ്മളൊരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൽ കേവലം ഒരു മനുഷ്യൻ മൂക്കിങ്ങനെ പിടിച്ചെടുത്ത് തുടച്ചാൽ ഒരു പ്രശ്നവും വരാനില്ല. പക്ഷേ ആ ബിൽഡിംഗ് ഒരു പള്ളിയായി വഖഫ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം പള്ളിയാണെന്നറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ മൂക്കിൽ തുടച്ചവിടെ തേച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അവൻ കാഫിറാണ്, മുർത്തദ്ദാണ്. എന്താണ് കാരണം? നേരത്തെയുള്ള ഒരു കെട്ടിടം തന്നെയാണത്. പിന്നെ എന്തുകൊണ്ടാണ് സംഭവിക്കാനുള്ള കാരണം? പള്ളി എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ ഭവനമായി കഴിഞ്ഞു. അതിനെ ആദരിക്കണമെന്ന് അല്ലാഹു നമ്മളോട് പഠിപ്പിച്ചതാണ്. ആ ആദരവിനെ കൃത്യമായി കൊണ്ട് നടക്കാത്ത കാരണം കൊണ്ട്, ആ ആദരവിനെ നിന്ദിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് ആ മനുഷ്യൻ മുർത്തദ്ദാകുന്നത്. മുഅ്മിനീങ്ങളെ, ഇതുപോലെ ലോകത്തെ ഏറ്റവും ഉത്തമമായി ആദരിക്കപ്പെടേണ്ടതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ നുബുവ്വത്തിന്റെ രക്തം സിരയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന അഹ്ലു ബൈത്തിനോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനം, നമ്മൾ കാണിക്കേണ്ട ബഹുമാനം. അതല്ലേ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനെ മഹാന്മാർ ബഹുമാനിച്ചത് എത്രയാണ്? ലോകം കണ്ട എല്ലാ മഹാരഥന്മാരും ആ കാലഘട്ടത്തിലുള്ള അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചവരാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടതും ബഹുമാനിക്കപ്പെടേണ്ടതുമാണ്. ആ അഹ്ലു ബൈത്ത് പ്രപഞ്ചത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ചെടുക്കപ്പെട്ടു എന്ന് ഇവിടുത്തെ പുത്തൻവാദികൾ സംസാരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ബിദ്അത്തുകാരി എന്ന് പറയുന്ന വർഗം, അള്ളാഹു അവരുടെ ശർറിന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആദരവ് എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ തൊട്ടു തീണ്ടാത്ത വർഗമാണ് ബിദ്അത്തുകാരി എന്ന് പറയുന്നത്. അത്ര മോശപ്പെട്ടൊരു വിഭാഗം ഈ പ്രപഞ്ചത്തിൽ ആരാളുള്ളത്? അവരെ ശർറിന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ബിദ്അത്തിനോട് ഒരു നിലക്കും സന്ധിയാകാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉള്ളറിഞ്ഞ് പ്രണയമുള്ള ഒരു ആശിക്കിന് സാധിക്കുകയില്ല. ഞാനിത് അടിവരയിട്ട് പറയുന്നത്, ബിദ്അത്ത് എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടതിനെയും ബഹുമാനിക്കപ്പെടേണ്ടതിനെയും സമൂഹത്തിന്റെ മുന്നിൽ നിന്ദ്യമായി ചിത്രീകരിച്ചവരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് മഹാന്മാർ പരിചയപ്പെടുത്തിയത് എന്താ? അൽ ഔലിയാഹു റൈഹാനുല്ലാഹി യശുമ്മുഹു സിദ്ദീഖൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് റൈഹാൻ പുഷ്പങ്ങളെ പോലെയാണ്. അവരിലേക്ക് ജനങ്ങൾ ആകർഷിച്ചു കൊണ്ടിരിക്കും, അവരിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ഇവിടുത്തെ വിദേഹത്താരം പഠിപ്പിക്കണ എന്താ? ഔലിയാക്കൾക്ക് ഒരു ആദരവില്ല,
അവരെ ബഹുമാനിക്കേണ്ടതില്ല, അവരോട് ആദരവ് പുലർത്തേണ്ടതില്ല എന്ന് സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുന്നവനാ ബിദ്അത്തുകാരൻ. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉൾപ്പെടെയുള്ള ഔലിയാക്കളുടെ നേതാക്കളെ മുഴുവൻ സമൂഹ മധ്യത്തിൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തവരാണ് ഇവിടുത്തെ പുത്തൻവാദികൾ. എന്തിനേറെ പറയുന്നു, ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരു ദിവസം 100 പാപങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞ ഇവരെക്കാൾ മോശപ്പെട്ടവർ മറ്റാരാണുള്ളത്? നബി നിന്നെയും സ്വഹാബത്തിനോടുള്ള ബഹുമാനക്കേടും ഇങ്ങനെ തുടങ്ങി എല്ലാ കുരുത്തക്കേടും വാങ്ങിയവരാണ് ഇവിടുത്തെ ബിദ്അത്തുകാർ. അള്ളാഹിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്തിനെ കുറിച്ച് പുത്തൻവാദികളുടെ അഭിപ്രായം എന്താ നിങ്ങൾക്ക്? അഹ്ലു ബൈത്ത് കർബല യുദ്ധത്തോടു കൂടി ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കർബല യുദ്ധം എന്ന് പറയുന്നത് അഹ്ലു ബൈത്തിനെ തുടച്ചു നീക്കാൻ വേണ്ടി നടത്തിയ യുദ്ധമായിരുന്നു എന്ന് നമുക്കറിയാം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ യുദ്ധമാണ്. ലോകം കരഞ്ഞ ഏറ്റവും വലിയ സങ്കടമുള്ള ദിനമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചകത്തിൽ ചാടിക്കളിച്ച് ഹബീബായ തങ്ങളെ ഓമന ചെയ്ത് വളർത്തിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ യുദ്ധമാണത്. ഈ അഹ്ലു ബൈത്തിനോടുള്ള ഏറ്റവും വലിയ ക്രൂരത നടന്ന ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തവൻ ആരായിരുന്നു? ഉമയ്യ ഖിലാഫത്തിൽ കടന്നു വന്ന യസീദ് ഇബ്നു മുആവിയ എന്ന് പറയുന്ന ദുഷ്ടനായ ഭരണാധികാരിയായിരുന്നു. ആ ദുഷ്ടനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽപ്പെട്ട യസീദ് എന്ന് പറയുന്ന ദുഷ്ടനായ ഭരണാധികാരിയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്ത് കളയുന്നത്. മുഅ്മിനീങ്ങളെ ചതിച്ചുകൊണ്ടല്ലേ അവിടുത്തെ കൊലപ്പെടുത്തിയത്. അനുചരന്മാർ പോകരുതേ എന്ന് പറഞ്ഞിട്ടും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് ലംഘിക്കാതെ കർബലയിലേക്ക് പുറപ്പെടുകയാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മേനിയിലിട്ടുകൊണ്ട് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ താരാട്ടുന്ന നേരം ഹബീബായ തങ്ങളുടെ കണ്ണിങ്ങനെ നനയുന്നുണ്ടേ. കണ്ണിങ്ങനെ നനയുന്ന നേരം മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലയോ ഹബീബായ തങ്ങളെ, എന്തിനാണ് തങ്ങൾ കരയുന്നത് എന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറുപടി എന്താ? എൻ്റെ പേരക്കുട്ടിയായ ഹുസൈൻ ഇബ്നു അലി തങ്ങളെ, എൻ്റെ പേരക്കുട്ടിയായ ഹുസൈനിനെ കൊലപ്പെടുത്തുന്നത് എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കുമല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ അതാ കർബലയിൽ വെച്ചുകൊണ്ട് കൊല ചെയ്ത് കളയുകയാണ്. നിഷ്ഠൂരമായി കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, കൊന്നതിന്റെ അരിശം തീരാഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തറുത്ത്. ഓർത്തു നോക്കിയേ നിങ്ങൾ, ഇവിടുത്തെ കുഫാറല്ല ഇത് ചെയ്തത്, ഇവിടുത്തെ മോശപ്പെട്ടവരല്ല ഇത് ചെയ്തത്. ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് ഹുസൈൻ തങ്ങളെ കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയതിന് ശേഷം മഹാനവറുകളുടെ കഴുത്തറുത്തിട്ടൊരു കുന്തമേൽ നാട്ടുകയാണ്. റശ്ഫത്തു സ്വാദി എന്ന് പറയുന്ന ഗ്രന്ഥം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അഹ്ലു ബൈത്തിനെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന രംഗമാണതിൽ പറയുന്നത്. ഹുസൈൻ ഇബ്നു അലി തങ്ങളെ കൊല ചെയ്ത് കളഞ്ഞു. ആ തലയെടുത്ത് ഒരു കുന്തത്തിന്റെ മേല് നാട്ടിയിട്ട് യസീദിന്റെ പട്ടാളം ആ തലയും പിടിച്ച് കർബലയിൽ നിന്ന് ഈജിപ്തിലേക്ക് ഘോഷയാത്ര നടത്തുകയാണ്. ആ ഘോഷയാത്ര നടത്തുന്ന സമയം അതാ ഒരു യഹൂദിയായ നസ്രാണിയായ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആരെയാണ് നിങ്ങൾ ഈ കൊല ചെയ്ത് കൊണ്ടുപോകുന്നത്? ആ പട്ടാളക്കാര് പറയുകയാണ്, ഇത് ഹുസൈൻ ഇബ്നു അലി എന്നവരുടെ ജനാസയാണ്, എന്നവരുടെ തലയാണ്. ഈ നസ്രാണിയായ മനുഷ്യൻ ആ സമയത്ത് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞങ്ങളുടെ നേതാവായ യേശു ക്രിസ്തുവിനൊരു മകനുണ്ടായിരുന്നെങ്കിൽ ആ മകനെ ഞങ്ങൾ ചുമന്നേറ്റി താലോലിച്ച് നടക്കുമായിരുന്നു. എത്ര വലിയ ക്രൂരതയാണ് നിങ്ങൾ ചെയ്യുന്നത്! നിങ്ങളെ നേതാവായ മുത്തുനബിയുടെ പേരക്കുട്ടിയെയാണോ നിങ്ങൾ ഈ കൊല ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന്
ആ തലയെടുത്തന്ന് രാത്രി തൻ്റെ അടുക്കൽ സൂക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ സുബ്ഹാനല്ലാഹ് 400 സ്വർണ്ണ നാണയത്തിന് പകരമായി ആ തല സൂക്ഷിക്കാൻ കൊടുക്കുകയാണ്. ഈ നസ്രാണിയായ മനുഷ്യൻ ആ തല സൂക്ഷിക്കുകയും ആ തലയിലെ രക്തം മുഴുവൻ കഴുകിക്കളയുകയും മുടിയെല്ലാം ചീകി ഭംഗിയാക്കി നല്ല രൂപത്തിൽ സൂക്ഷിച്ചു വെക്കുകയും പിറ്റേ ദിവസം പട്ടാളക്കാർ വരുന്ന സമയത്ത് കൈമാറുകയും ചെയ്യുകയാണ്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല യസീദ് ഇബ്നു മുആവിയക്ക് കാണാൻ വേണ്ടിയാണ് ഈ കർബലയിൽ നിന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുപോയത്. അവിടുത്തെ തല അടക്കം ചെയ്തിരിക്കുന്നത് ഈജിപ്തിലാണ്, അവിടുത്തെ ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് കർബലയിലാണ്. ഇമാമിയങ്ങൾക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായാന്തരമുണ്ടെങ്കിലും ഈ 2 സ്ഥലങ്ങളിലും മഹാനവറുകളെ ഇന്ന് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അഹ്ലു ബൈത്തിനെ ആ ഒരു രാത്രി തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് 400 സ്വർണ്ണ നാണയം നൽകി അവിടുത്തെ ശരീരത്തിലെ രക്തം മുഴുവൻ കഴുകിയിട്ട് മുടിയെല്ലാം ചീകി ശുദ്ധിയാക്കി വെച്ച ഈ മനുഷ്യൻ കിടന്നുറങ്ങുമ്പോ മനാമിലേക്ക് വരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ മനാമിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ പേരക്കുട്ടിയായ ഹുസൈനിനെ നിങ്ങൾ ബഹുമാനിച്ചതിൻ്റെ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഹിദായത്തിന്റെ വെളിച്ചം തരികയാണ്. ആ നസ്രാണിയായ മനുഷ്യൻ അഹ്ലു ബൈത്തിന്റെ സേവകനായി മാറി എന്ന് ചരിത്രങ്ങൾ പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളെ, ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ഒന്ന്, അഹ്ലു ബൈത്തിനോടുള്ള ബഹുമാനം വളരെ വലുതാണെന്നറിയിക്കാൻ. രണ്ടാമത്തത്, ഈ കർബല യുദ്ധത്തിൽ വെച്ച് അഹ്ലു ബൈത്ത് പൂർണ്ണമായി കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന പുത്തൻവാദികൾ അറിയണം, ആ കർബലയിൽ ഒരു കുട്ടി യുദ്ധത്തിൽ പങ്കെടുക്കാതെ ശേഷിച്ചിരുന്നു. ആ കുട്ടിയുടെ പേരാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ആ ഒരു കുട്ടി മാത്രം അന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാതെ ബാക്കിയായി. ആ കുട്ടിയെ അല്ലാഹു വലിയ സ്ഥാനം കൊടുത്ത് ആദരിച്ചു, ലോകം കണ്ട വലിയ മഹാനായി മാറി. പിൽക്കാലത്തെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ രാജാവ് മക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അലി സൈനുൽ ആബിദീൻ തങ്ങൾ ഹറമിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി വരികയാണ്, തവാഫിന് വേണ്ടി ഹറമിലേക്ക് വരികയാണ്. ആ വരുന്ന സമയം എല്ലാവരും ഈ കുട്ടിയെ പിടിച്ചിങ്ങനെ ചുംബിക്കുക. ഇത് കാണുന്ന സമയത്ത് രാജാവ് ചോദിക്കുക, ഞാനല്ലേ ഇവിടുത്തെ രാജാവ്, എന്നെ പിടിച്ചല്ലേ ചുംബിക്കേണ്ടത്? എല്ലാവരും എന്താ ആ യുവാവിനെ പിടിച്ച് ചുംബിക്കുന്നത്? ആ സമയത്ത് ഒരു കവി പാടിക്കൊടുക്കുകയാണ്, ഈ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ആരാണ് ഈ കുട്ടിയെന്ന്? ഈ ഹറമും ഹില്ലും ഈ കഅബയും ഈ മക്കയും ഈ മത്വാഫും ഈ മസ്ജിദുൽ ഹറാമും ഈ ഭൂമി മുഴുവൻ ഈ കുട്ടിയുടെ ചലനങ്ങൾ അറിയുന്നുണ്ട്. ഈ കുട്ടിയോടുള്ള ആദരവ് ജീവിതത്തിൽ പുലർത്തുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പാടിക്കൊടുക്കുകയാണ്, ഈ കുട്ടിയോട് കാണിക്കുന്ന ആദരവാണ് ദീന്, ഈ കുട്ടിയോട് കാണിക്കുന്ന വെറുപ്പാണ് കുഫർ. ഈ കുട്ടിയോടുള്ള സാമീപ്യം എന്ന് പറയുന്നത് 2 ലോകവും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാധ്യമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയെ ചൂണ്ടിയിട്ട ആ കവി രാജാവിന് പാടിക്കൊടുക്കുന്ന നേരം ആ രാജാവ് വന്ന് മഹാനവറുകളുടെ കൈ പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. ഈ ഒരു കുട്ടി കർബലയിൽ ബാക്കിയായി. ആ ഒരു കുഞ്ഞിലൂടെയാണ് ലോകത്തിന്റെ നാനാ തുറകളിലേക്ക് വിവിധ കബീലകളായി അഹ്ലു ബൈത്ത് വ്യാപിച്ചു പോയത്. ലോകത്തിന്റെ നാനാ തുറകളിലേക്കും അഹ്ലു ബൈത്ത് എത്തിയത്. നമ്മുടെ കേരളത്തിലേക്ക് ബുഖാറയിൽ നിന്ന് സാദാത്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് യമനിലെ തെരീമിൽ നിന്ന് മമ്പുറത്തുപ്പാപ്പ ഉൾപ്പെടെയുള്ള സാദാത്തുക്കൾ വന്നിട്ടുണ്ട്. അതുപോലെ
അതുപോലെ തന്നെ ജിഫ്രി സയ്യിദന്മാര് വന്നിട്ടുണ്ട്, ബാഅലവി സാദാത്തീങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി നിരവധി കബീലയിലൂടെ നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേദനകൾക്കും ഏതൊരു നാട്ടിലും സത്യവിശ്വാസികൾ ആദ്യം ഓടി വരുന്നത് എവിടേക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് പാടിയില്ലേ, ജീവിതത്തിലെ എല്ലാ വേദനയിലും വിഷമങ്ങളിലും പ്രയാസങ്ങളിലും പരിഹാരത്തിന് സ്വഹാബ കണ്ടെടുത്ത വഴി ഏതാണ്? ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ ഐനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. നബിയേ, ഏതൊരു വേദനയിലും ഏതൊരു പ്രയാസത്തിലും ഏതൊരു നൊമ്പരത്തിലും ഞങ്ങൾ കോടി വരാൻ തങ്ങളല്ലാതെ മറ്റാരാണുള്ളത്? തങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും പരിഹാരമെന്ന് പറഞ്ഞ് സ്വഹാബ പാടിയതെന്താണ്? വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ഏതൊരു ജനതക്കും അവരുടെ വിഷമങ്ങൾ പറയാൻ ഓടി വരാനുള്ളത് അവരുടെ നേതാവാകുന്ന ഷഫീഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്, അവരുടെ പ്രവാചകരിലേക്കാണ് എന്നർത്ഥം വരുന്ന വരിയാണ് സ്വഹാബത്ത് പാടിയത്. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കൈമാറപ്പെട്ട ഒരു തബറുക്കുണ്ട് അഹ്ലു ബൈത്തിന്റെ കയ്യിൽ. ആ അഹ്ലു ബൈത്ത് ഒന്ന് മന്ത്രിച്ചൂതിയാൽ നമ്മുടെ അസുഖം സുഖപ്പെടാറുണ്ട്. ആ അഹ്ലു ബൈത്ത് ഒന്ന് ദുആ ചെയ്ത് തന്നാൽ നമ്മുടെ വേദനകൾക്ക് പരിഹാരമുണ്ട്. ഈ ഒരു പരിഹാരം ഏതുവരെ നമുക്ക് അല്ലാഹു നൽകി എന്നറിയുമോ? അഹ്ലു ബൈത്തിന്റെ മഹത്വം പറയുന്ന നൂറുൽ അബ്സ്വാർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ കാണാം ഇത്രയേറെ വലിയ തെമ്മാടിത്തരങ്ങളും അരാജകത്വങ്ങളും വേണ്ടാവൃത്തികളും നമ്മുടെ കാലഘട്ടത്തിൽ നടന്നിട്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ലോകത്തിന്റെ ഏത് തുറകളിൽ നോക്കിക്കഴിഞ്ഞാലും ഹറാമുകൾ വ്യാപകമായ ഒരു കാലം, തെമ്മാടിത്തരങ്ങൾ സദാചാരമായ ഒരു കാലം. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ഹറാമല്ലാതെ കാണാൻ കഴിയാത്ത ഒരു കാലം. അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മുഅ്മിനിന്റെ ഈമാനിനെ കുറിച്ച് ഷഫീഖായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പരിചയപ്പെടുത്തിയത് എന്താ? അൽ ഖാബിദിൽ ജംറി, തീക്കട്ട കയ്യിൽ പിടിക്കുന്നത് പോലെയാണ് അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ ഈമാൻ. തീക്കട്ട കൈ പിടിച്ചാൽ എന്താ സംഭവിക്കുക? അത് പിടിക്കണമെങ്കിൽ ഇങ്ങനെ തട്ടിക്കളിക്കേണ്ടി വരും. എന്നതുപോലെ മുഅ്മിനീങ്ങളുടെ ഈമാൻ ഇങ്ങനെ തട്ടിക്കളിക്കപ്പെടുന്ന ഒരു കാലം വരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനത്തെ അത്രയും കെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുഅ്മിനീങ്ങളെ, മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെ അള്ളാഹു നശിപ്പിച്ചു. ആദ് സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു. അതുപോലെ തന്നെ ഹാറൂനെയും നമ്രൂദിനെയും ഖാറൂനെയും അള്ളാഹു നശിപ്പിച്ചു. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്ന ഫിർഔനെ അള്ളാഹു നശിപ്പിച്ചു. ഇങ്ങനെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായങ്ങളെയൊക്കെ നശിപ്പിച്ചു. നമ്മൾ ഇത്രയേറെ തെറ്റുകാരായി ജീവിച്ചിട്ടും ഈ സമുദായത്തെ അള്ളാഹു നശിപ്പിക്കാത്തതിന്റെ കാരണം എന്താ? നമ്മളാരും ഒന്നാം സഫിൽ ജമാഅത്ത് നിസ്കരിച്ചുകൊണ്ടൊന്നുമല്ല, നമ്മൾ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കൊണ്ടല്ല, മറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കാകുന്ന രക്തം സിരയിലൂടെ ഓടുന്ന അഹ്ലു ബൈത്ത് ഈ ഭൂമിയിലുണ്ട്. ആ അഹ്ലു ബൈത്ത് ഭൂമിയിലുണ്ട് എന്ന ഒരു കാരണം കൊണ്ടാണ് ഈ ഭൂമി അള്ളാഹു വലിയ വലിയ അദാബുകൾ തന്ന് നശിപ്പിച്ച് കളയാത്തത് എന്ന് ആലോചിച്ച്. നമ്മളെ നാട്ടിൽ വെള്ളപ്പൊക്കം വന്നു മമ്പർത്തെ തങ്ങൾ പാപ്പാന്റെ കാലിന്റെ ചോട്ടിൽ വെള്ളം എത്തിയപ്പോ വഹാബികൾ പരിഹസിക്കണം അല്ലേ? ആ വെള്ളം താഴോട്ടിറങ്ങി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വേദനകളും പറയാനുള്ളവരാണ് അഹ്ലു ബൈത്ത്. അതാണ് പൂർവികരായ മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. മുഅ്മിനീങ്ങളെ, പൂർവികരായ മഹാന്മാര് കൈമാറിയ സുന്ദരമായൊരു ഇസ്ലാമുണ്ട് ഇവിടെ. അതിൻ്റെ ശേഷം ഞെരിയാണിൻ്റെ മേലെ പാൻറ് കൊടുത്ത് പള്ള വരെ താടി നീട്ടി ജനങ്ങളെ മുഴുവൻ ഫസാദിലാക്കാൻ വേണ്ടി കടന്നു വന്ന പുത്തൻവാദികൾ, അവരെ ചെറിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. പൂർവികരായ മഹത്തുക്കൾ കൈമാറിയ ദീൻ ഏതാണ്? പൂർവികരായ മഹത്തുക്കൾ പഠിപ്പിച്ച ഇസ്ലാം ഏതാണ്? ആ യഥാർത്ഥമായ ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് അപകടങ്ങൾ നമ്മളെ ജീവിതത്തിൽ വരുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഹിയുദ്ദീൻമാല കൃത്യമായി പാരായണം ചെയ്യുന്ന വീടുകളുണ്ടായിരുന്നു. പ്രസവിക്കാൻ വയറ്റിൽ പ്രസവവേദന അടുത്തുകൊണ്ടിരിക്കുന്ന
മരിക്കുന്ന സമയത്ത് നഫീസത്ത് മാല ചെല്ലുന്നൊരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അന്നത്തെ അമ്മമാർക്ക് ഇന്നത്തെ ബേജാറില്ലേനി. പരിഷ്കാരങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നത് മുതൽ നമ്മളെല്ലാവരും പരീക്ഷിക്കപ്പെടാൻ തുടങ്ങി, നമ്മളെല്ലാവരും പ്രയാസപ്പെടാൻ തുടങ്ങി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അറിയുമോ നിങ്ങൾക്ക് ഇമാമു അഹ്ലി സുന്ന അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങളെ? ലോകം കണ്ട വലിയ മഹാനല്ലേ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ആലോചിച്ചു നോക്കിയേ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ജീവിതത്തിലൊക്കെ അഹ്ലു ബൈത്തിനോട് അവർ കാണിച്ച ആദരവ് എത്രയാണ്, അഹ്ലു ബൈത്തിനോട് അവർ കാണിച്ച ബഹുമാനം എത്രയാണ്. ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ 4 മദ്ഹബിന്റെ ഇമാമീങ്ങളിൽ പ്രമുഖരായ മഹാനല്ലേ. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനല്ലേ. ലോകത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ അനുയായികളുള്ള മദ്ഹബ് കെട്ടിപ്പടുത്തവരല്ലേ. അങ്ങനെയുള്ള ഇമാമുന ശാഫിഈ തങ്ങൾ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കൊണ്ട് മാത്രം സ്വർഗം വാങ്ങാൻ കഴിവുള്ള മഹാനായിരുന്നു. ഇത് വെറുതെ പറയില്ല. ശാഫിഈ ഇമാം ഒരു ദിവസം 2 ഖത്മ് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ജീവിതത്തിൽ ചെയ്ത നന്മകളെ കൊണ്ട് മാത്രം സ്വർഗം വാങ്ങാൻ ഭാഗ്യമുള്ള മഹാന്മാരായിട്ട് ഇമാമുന ശാഫിഈ തങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ? ആലുൻ നബീ ദരീഅതി വഹുമു ഇലൈഹി വസീലതി അർജൂ ബിഹിം മുഅ്താഖദൻ ബിയദിൽ യമീനി സ്വഹീഫതി. അഹ്ലു ബൈത്താണ് എൻ്റെ ആശാകേന്ദ്രം, അഹ്ലു ബൈത്താണ് എൻ്റെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം. ആ അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്തിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ വെക്കുന്നത് എന്താണ്? നാളെ മഹ്ശറ വൻസഭയിൽ വെച്ച് കിതാബ് നൽകപ്പെടുന്ന സമയം എൻ്റെ കിതാബ് അല്ലാഹു എൻ്റെ വലം കൈയിൽ തരാൻ അഹ്ലു ബൈത്ത് കാരണമാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്. ആലോചിച്ചോക്കുങ്ങൾ, ശാഫിഈ ഇമാം ജീവിതത്തിൽ പറഞ്ഞത് അഹ്ലു ബൈത്താണ് രക്ഷപ്പെടാനുള്ള കവചമെന്ന്. അറിയുമോ നിങ്ങൾക്ക് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ? ലോകം കണ്ട വലിയ ആബിദാണ്, ആലിമാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. ആ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങാടി കൂടി ഇങ്ങനെ നടന്നു പോവാ. അപ്പണ്ട് ഒരു തങ്ങളിങ്ങനെ കള്ള് കുടിച്ച് ആടി ഇങ്ങനെ വരുന്നേ. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു സയ്യിദ്. ഞാൻ അഹ്ലു ബൈത്തിനെ നിന്ദിക്കാൻ വേണ്ടിയല്ല സംഭവം പറയുന്നത്. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു സയ്യിദ് ഇങ്ങനെ കള്ളു കുടിച്ചു വരുന്നുണ്ട്. ആ സയ്യിദിനെ കണ്ട സമയം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് ജനങ്ങളൊക്കെ ചുംബനം കൊടുക്കുന്നു. കാരണം ആ നാട്ടിൽ അറിയപ്പെട്ട ആബിദാണവർ. ഇത് കണ്ട സമയത്ത് ആ സയ്യിദ് ചോദിക്കുന്നുണ്ട്, ഞാനല്ലേ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി, എന്നെയല്ലേ ബഹുമാനിക്കേണ്ടത്? കള്ളു കുടിച്ചായി സയ്യിദ് ചോദിക്കണ്. ആ സമയത്ത് അറിയാതെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറഞ്ഞു, തങ്ങളെ നിങ്ങൾ നിൽക്കണോടത്ത് നിൽക്കണം, എന്നാ ജനങ്ങളൊക്കെ നിങ്ങളെ ബഹുമാനിക്കും എന്ന ഒരു വാക്ക് ആരെ വായിന്ന് വീണുപോയി? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണുപോയി. മുഅ്മിനീങ്ങളെ, അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ മനാമിലേക്ക് വരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ മനാമിലേക്ക് വരികയാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ചൊല്ലുന്ന സലാം മുത്തുനബി മടക്കുന്നില്ല. എത്ര വിളിച്ചിട്ടും തങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പേടിയോടെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ എന്നിലേക്ക് തങ്ങൾ നോക്കാത്തതെന്ന്. ആ സമയം ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ പേരക്കുട്ടിയെ നിങ്ങൾ മാനം കെടുത്തിയില്ലേ, വഷളാക്കിയില്ലേ? മുഅ്മിനീങ്ങളെ, ഉറക്കിൽ നിന്നുണർന്ന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ പീഡികത്തിണ്ണയിൽ കള്ള് കുടിച്ച് മസ്തായി കിടക്കുന്ന സയ്യിദിന്റെ അടുക്കൽ ചെന്ന് കൈപിടിച്ച് ചുംബനം കൊടുത്ത് പൊരുത്തപ്പെടിക്കുകയാണ്. അറിയാതെ എൻ്റെ ജീവിതത്തിൽ നിന്ന് വന്നു പോയതാണ് എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങളെ, സയ്യിദന്മാർ തെറ്റ് ചെയ്യുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ല. അഹ്ലു ബൈത്തിനുള്ള ആദരവ് ചില്ലറയല്ല, അഹ്ലു ബൈത്തിന്റെ ബഹുമാനം ചില്ലറയല്ല. ആ
അഹ്ലു ബൈത്ത് ഈ പ്രപഞ്ചത്തിലുള്ളത് കൊണ്ടാണ് അള്ളാഹു നമുക്കെല്ലാ നന്മകളും നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം സിരയിലൂടെ ഓടുന്ന അഹ്ലു ബൈത്തിന്റെ ഒരു ഉമ്മ കിട്ടിയാൽ, ആ അഹ്ലു ബൈത്തിന്റെ ഒരു മന്ത്രിച്ചൂത്ത് കിട്ടിയാൽ, ആ അഹ്ലു ബൈത്ത് എഴുതി തന്ന ഒരു മരുന്ന് കിട്ടിയാൽ അതിൽ പുണ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു. ആ പുണ്യത്തിലൂടെ നമ്മൾ നടന്നു. അങ്ങനെയാകുമ്പോൾ ലോകത്തിന്റെ നാനാ തുറകളിലും അഹ്ലു ബൈത്തിന്റെ അടുക്കൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നവരുണ്ട്, അവരുടെ അടുക്കൽ പ്രയാസങ്ങൾ പറയാൻ പോകുന്നവരുണ്ട്, അവരുടെ കൈകൾ പിടിച്ച് ചുംബനം കൊടുക്കുന്നവരുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതം ചിട്ടപ്പെടാനുള്ള ഏറ്റവും നല്ല മാതൃകയാണ്. ലോകത്ത് ഇമാമുന ശാഫഈ തങ്ങൾ ഉൾപ്പെടെ, അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ ഉൾപ്പെടെ അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചോലൊക്കെ വഫാത്തായത് എങ്ങനെയാണ്? ആലോചിച്ച് നോക്കേണ്ടി. നമ്മളെ നാട്ടിലുള്ള പുത്തൻവാദികൾ വഫാത്താകുന്നത് എങ്ങനെയാണ്? ആലോചിച്ച് നോക്കേണ്ടി. ലോകത്ത് അഹ്ലു ബൈത്തിനെ ആദരിച്ചവരെല്ലാം വഫാത്തായത് എങ്ങനെയാണ്? അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് മിർആത്തുൽ ജിനാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം യാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ വഫാത്തായ ദിവസം ബഗ്ദാദിലെ ഒരൊറ്റ പള്ളിയിലും അസ്ർ നിസ്കരിച്ചിട്ടില്ല എന്ന്. ഒരു രാജ്യത്തെ ഒരൊറ്റ പള്ളിയിലും അസ്ർ ജമാഅത്ത് ഉണ്ടായിട്ടില്ല എന്ന്. ആ ഒരു രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവൻ എവിടെയായിരുന്നു? അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങളുടെ ജനാസ അനുഗമനത്തിന് വേണ്ടി പോയതായിരുന്നു. 8 ലക്ഷം സ്ത്രീകളും 8 ലക്ഷം പുരുഷന്മാരും 4 ലക്ഷം സ്ത്രീകളും സംഗമിച്ചിട്ടുണ്ട് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങളുടെ ജനാസ ഖബറിലേക്ക് വെക്കുന്ന ചടങ്ങിൽ. ആലോചിക്കങ്ങള്. സിയറു അലാമുൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ഹാഫിദ് ദഹബി രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. 8 ലക്ഷത്തോളം 12 ലക്ഷത്തോളം ജനങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങളുടെ വഫാത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്തു എന്ന്. ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ കണ്ടുകൊണ്ട് 25ഓളം വരുന്ന യഹൂദികളും നസ്രാനികളും അവിടെ വെച്ച് മുസ്ലിമായി. ഇങ്ങനെയാണ് ഈ മഹാന്മാരൊക്കെ വഫാത്തായി പോയത്. ഈ പുത്തൻവാദികൾ മരിക്കുന്ന രംഗം കാണണമെങ്കിൽ ഓല വഫാത്തിന്റെ സമയത്ത് പോയി വയ്ക്കുമേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ ബിദ്അത്തുകാരനോടൊരു പുഞ്ചിരിക്കൽ പോലും ജീവിതത്തിൽ വലിയ അപകടമാണ്. വളരെ ഗൗരവത്തിൽ തന്നെ നമ്മളത് കാണണം. ഒരു ബിദ്അത്തുകാരനോട് സലാം പറയുന്നതിന്റെ വിധി എന്ത്? മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ ഫഖദ് ആനഹു വലാ അദ്മിൽ ഇസ്ലാം സയ്യിദുനാ റസൂലുള്ളാഹി. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അസ്സവായിഖുൽ മുഹരിക എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ബിദ്അത്തുകാരനോട് ഒരാൾ സലാം പറഞ്ഞാൽ ആ മനുഷ്യൻ ദീനിനെ പൊളിക്കാൻ സഹായിച്ചു. ആലോചിച്ച് നോക്കുന്നതിന്റെ ഗൗരവത്തിലുണ്ടെന്ന്. ബിദ്അത്തിനോട് ഒരു നിലക്കും നമ്മൾ സന്ധിയാകാൻ പാടില്ല. അഹ്ലു ബൈത്തിനെ പ്രണയിക്കുന്ന നമ്മൾ, അഹ്ലു ബൈത്ത് പ്രപഞ്ചത്തിലില്ല എന്ന് പ്രസംഗിക്കുന്നവരോട് ഒരു നിലക്കും നമ്മൾ സന്ധിയാകാൻ പാടില്ല. മൻ തബസ്സമ സ്വാഹിബ ബിദ്അത്തിൻ യൻസിഉല്ലാഹു നൂറ ഈമാനിഹി മിൻ വജ്ഹിഹി. ഒരു ബിദ്അത്തുകാരന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും പുഞ്ചിരിച്ചാൽ അവന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ പ്രകാശം അല്ലാഹു എടുത്തു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു. ഇത്രയേറെ ഗൗരവമുള്ളൊരു വിഷയമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നവർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവർക്ക് എങ്ങനെയാണ് ഒരു ബിദ്അത്തുകാരനോട് സന്ധിയാകാൻ കഴിയുക? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബിനോട് നമുക്കെല്ലാവർക്കും സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്താണ് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ അർജ അമലെന്ന് എല്ലാ മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചു. വലൈസാലി അമലുൻ അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉദ്മാ വ ഈമാനി. ജീവിതത്തിൽ ചെയ്ത നിസ്കാരത്തിലോ നോമ്പുകളിലോ മറ്റ് സൽക്കർമ്മങ്ങളിലോ എനിക്ക് പ്രതീക്ഷയില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള അമലേതാണ്? മഹബ്ബത്തു റസൂലില്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ സദസ്സെല്ലാം അങ്ങ് മദീന മലർവാടിയിൽ വെച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, ഈ ഒരു സയ്യിദ് വിളിച്ച സമയം നമ്മൾ ഇവിടെ കോടിയെത്തിയത് എന്തിനാണ്? ഹബീബായ മുത്ത് നബിയോടുള്ള അനുരാഗമാണ്, മദീനയോടുള്ള പ്രണയമാണ്, മദീന മലർവാടിയോടുള്ള നമ്മുടെ കൽബിലെ ഇഷ്കാണ്, സ്നേഹം.
സ്നേഹമാണ്. അതല്ലേ ഈ അഹ്ലു ബൈത്തിന്റെ സവിധത്തിലേക്ക് നമ്മൾ ഓടി വന്നത്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഹബീബായ തങ്ങളോട് ഉള്ളറിഞ്ഞുള്ള അനുരാഗം വേണം. കൽബറിയുന്ന ഇഷ്ക് വേണം. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഹബീബായ തങ്ങളെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മുത്തുനബിയെ കാണാനും മുത്തുനബിയെ അറിയാനും അനുഭവിക്കാനുമുള്ള മാധ്യമം എന്താണ്? അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. മദീനയിൽ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മോഹമുണ്ടോ? ഞാൻ ഈ പറയുന്ന അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ നമ്മിലേക്ക് വരും. അവിടുത്തെ മദീന പല തവണയായി അനുഭവിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കിതാബു ശിഫയിൽ പറയുകയാണ്, മിൻ അലാമാതി മഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്ലു ബൈത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾക്ക് പ്രണയമുണ്ടോ എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളമായി പരിചയപ്പെടുത്തിയത് കസറത്തു ദിക്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ധാരാളം പറയലും പാടലുമാണ്. രണ്ടാമതായി പരിചയപ്പെടുത്തിയ അടയാളം മുതാബഅത്തു സുന്നത്തി റസൂലില്ലാഹ്, ഹബീബായ തങ്ങളുടെ ചര്യകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ്. മൂന്നാമതായി പരിചയപ്പെടുത്തിയ അടയാളം മുഅ്മിനീങ്ങളെ മഹബ്ബത്തു അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ രക്തം സിരയിലൂടെ ഓടുന്ന അഹ്ലു ബൈത്തിനോട് നിങ്ങളെ കൽബിൽ പ്രണയമുണ്ടോ? റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാൻ അത് കാരണമാണ്. മദീന അണയാൻ അത് കാരണമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാഴ്ചക്ക് അത് കാരണമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാലാമതായി പരിചയപ്പെടുത്തിയ അടയാളം കസറത്തു സ്വലാത്തി അലാ റസൂലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലലാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ ഒരു അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് അവിടുത്തെ ആദരവ് പറഞ്ഞ് അഹ്ലു ബൈത്തിന്റെ മഹബ്ബത്ത് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രണയം പറഞ്ഞ ഞങ്ങളുടെ ഈ സദസ്സ് നീ ഖബൂലാക്കണം അല്ലാ. ഇതെല്ലാം മദീനയിൽ കിടന്നുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നു. വഫാഉൽ വഫയിൽ മഹാനായ ഇമാം സയ്യിദ് സുംഹൂദി തങ്ങൾ എഴുതിയില്ലേ, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും മദീനയിൽ കാണിക്കപ്പെടുന്നുണ്ട് എന്ന്. വന്യരായ ബാപ്പുത്തങ്ങളുപ്പാപ്പയെ നമ്മൾ സ്മരിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന, അവിടുത്തെ സ്നേഹം പറയുന്ന ഈ സദസ്സിൽ നമ്മൾ സംഗമിച്ചത് തൻ്റെ ഒരു പേരക്കുട്ടിയോട് കാണിച്ച ആദരവിനെ മദീനയിൽ കടന്ന് കണ്ട് മുത്തുനബി സന്തോഷിക്കുന്നുണ്ടാകും. അല്ലാഹുവേ, ആ ഉമ്മറത്ത് ചെന്നൊന്ന് സലാം പറയാൻ, റസൂലുള്ളാഹിന്റെ മദീനയിലെ മണ്ണും മഴയും കാറ്റും വെയിലും അനുഭവിക്കാൻ, ലോകത്തെ ഏറ്റവും വലിയ സ്നേഹലോകമായ മദീനയുടെ ഉമ്മറത്ത് ചെന്ന് മുത്തായ തങ്ങളോട് സലാം പറയാൻ ഞങ്ങളുടെ ഈ കൂടൽ നീ ഒരു സബബാക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ ഒരു കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇങ്ങനെ പൂർവീക പിന്തുണയുള്ള മഹാന്മാരിലൂടെ ജീവിച്ച് മരിച്ചു പോകാൻ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി വന്യരായ ബാപ്പുതങ്ങളുപ്പാപ്പയെ കുറിച്ച് അല്പം നമ്മളെ യൂനുസ് ഉസ്താദ് പറയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സംഗമിച്ചതും നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതും അഹ്ലു ബൈത്തിനെ പറഞ്ഞതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിൻ്റെ കാരണമായി നമുക്കൊക്കെ മദീനത്ത് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. അള്ളാഹു എല്ലാം സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.